അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ശാന്തി അരുളുക നാഥാ, നിത്യശാന്തി അരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം തവ സങ്കീർത്തനഗാനം. യെരൂശലേമിൻ നേർച്ചകളകിലം അർപ്പിതമാകും സദനം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്ത പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവിടത്തോടുകൂടെ കൊണ്ടുവരും. ആദത്തിൽ എല്ലാവരും മരിച്ച പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ ദിനം ആചരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമ്മൾ പ്രത്യേകമെന്ന് അനുസ്മരിക്കുന്നു. ഇപ്പം മരിച്ചു പോകുന്ന വ്യക്തികളെല്ലാം ദൈവത്തെ മുഖാമുഖം ദർശിക്കണമെന്നില്ല. അതുപോലെ എല്ലാവരും ദൈവത്തെ ദർശിക്കാതിരിക്കാനുള്ള വലിയ പാപമോ ശാപമോ ഒന്നുമില്ല താനും. ഈ രണ്ടിൻ്റെ മധ്യേ ഒരു സ്ഥലം, ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലാനുള്ള സ്ഥലം. അപ്പം അവിടേക്കാണ് കൂടുതൽ പേരും എത്തുക. അപ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ മരണത്തിനപ്പുറം ഒരു ജീവനമുണ്ട് എന്ന് യേശുവിൻ്റെ ഉത്ഥാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് യേശുവിൻ്റെ ശൂന്യമായ കല്ലറ. കല്ലറയിൽ യേശുവിൻ്റെ തലയ്ക്കലും കാൽക്കലും വെച്ചിട്ടുള്ള ശീലകൾ, അതൊക്കെ പരിശോധിച്ചതാണ് ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസത്തിൽ എത്തിച്ചേർന്നത് ആദ്യം. അതിനുശേഷം യേശു ശിഷ്യന്മാർക്ക് വ്യക്തിപരമായും പൊതുവായും കൂട്ടമായും ഒക്കെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ കൈകളിലെയും കാലുകളിലെയും മുറിവുകളെല്ലാം കാണിച്ചു കൊടുത്ത് ഞാനിത് ഉയർത്തിരിക്കുന്നു എന്ന് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പം ശിഷ്യന്മാർ ആദ്യം സുവിശേഷം പ്രഘോഷിച്ചു പോയത്
ഈശോ ഉയർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീസസ് ഈസ് റിസൺ. അന്ന് ഒരു ദൈവം മരിച്ചുപോയി, ഒരു ദൈവം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസയോഗ്യമായിരുന്നില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന യഹൂദന്മാരുടെ ഇടയിൽ യഹൂദര് ഈശോയെ തൂക്കിക്കൊന്ന് അവരെ അടച്ചു, ഈശോയെ മൂടിയ സ്ഥലത്ത് അവരെ കാവലും ഏർപ്പെടുത്തി ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി. അപ്പം അതിന് വിപരീതമായിട്ടാണ് ശിഷ്യന്മാർ ഈശോ അവിടെ നിന്നെല്ലാം മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു വന്ന് പറഞ്ഞ് ആദ്യമായി ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയത് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷമാണ്. അപ്പം നമ്മുടെയും ഉയർപ്പിൻ്റെ മുന്നോടിയാണ് ഈശോയുടെ ഉയർപ്പ്. അപ്പം നമ്മൾ ചോദിക്കും, ഈ സെമിത്തേരിയിൽ മണ്ണോട് മണ്ണായി പോകുന്ന തരികൾ എങ്ങനെയാണ് അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുക? പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരം മൺതരികളെപ്പോലെ ആയാലും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടെങ്കിൽ ആ ശരീരം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പൗലോസ്ലീഹ ഉയർപ്പിനെ പറ്റി പറയുമ്പോൾ റോമാ സഭയോട് പറയുക. അപ്പോൾ മൺതരിയായിപ്പോയി അലിഞ്ഞുപോയ അസ്ഥികളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈശോയോടുകൂടി അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. ആ വിശ്വാസമാണ് നമ്മൾ ഇന്ന് ഈ മരിച്ചവരെ ഓർക്കുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, അവരെ നമുക്ക് അനുസ്മരിക്കാം. സഭയിൽ നിന്ന് മരിച്ചുപോയ മാർപ്പാപ്പമാരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ബലി അർപ്പിക്കുക. സഭയിൽ മരിച്ചുപോയിട്ടുള്ള, സഭയുടെ ആദ്യ കാലം മുതൽ മരിച്ചുപോയിട്ടുള്ള, സഭയെ ഭരിച്ച് മരിച്ചുപോയിട്ടുള്ള പരിശുദ്ധരായ മാർപ്പാപ്പമാർക്ക് വേണ്ടി നമ്മൾ ആദ്യത്തെ ഈ ദൈവബലി അർപ്പിക്കുന്നു. രണ്ടാമത്തെ ബലി മരിച്ചുപോയ മെത്രാന്മാർക്കും വൈദികർക്കും ഒക്കെ വേണ്ടിയാണ് അർപ്പിക്കുക. അപ്പം നമുക്ക് പ്രത്യേകം എല്ലാവരെയും ഓർക്കാം. അപ്പം നമ്മുടെ ഇവരെ പറ്റി ഓർക്കുമ്പോഴാണ് നാളെ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു വിഭാഗം, ഒരു തലമുറ ഇവിടെ അവശേഷിക്കണമെന്നുള്ള വിശ്വാസം നമ്മൾ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ഇന്നലെ കടന്നുപോയവരെ നമ്മൾ അനുസ്മരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ നാളെ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇവിടെ ഒരു പറ്റം മനുഷ്യർ അവശേഷിക്കുക. അപ്പം നമ്മൾ കൊടുക്കുന്ന വിശ്വാസമാണ് അവരെയും ഉയർപ്പിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുവരിക. അപ്പം നമുക്ക് എല്ലാവരെയും ഓർക്കുകയും പ്രത്യേകിച്ച് സഭയെ നയിച്ചു കൊണ്ടുപോയ പരേതരായ എല്ലാ മാർപ്പാപ്പമാരെയും പ്രത്യേകം അനുസ്മരിച്ച് അവരുടെ എല്ലാം നിത്യവിശ്രമത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ഓഫീസ് സങ്കീർത്തനം 3 നമ്മൾ പ്രത്യേകമായി നമ്മളിന്ന് ചൊല്ലുകയാണ്. നമുക്ക് ഇരുന്നു കൊണ്ട് ഈ ഓഫീസ് ചൊല്ലാം. എല്ലാവരും ഇരിക്കുക. കർത്താവേ, തകർക്കപ്പെട്ട് എൻ്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. എന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാകൃത്യത്താൽ എന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് നിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുൻപിലുണ്ട്. കർത്താവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. അങ്ങയുടെ വിധി നീതിയുക്തമാണ്. എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ചും നീതിമാൻ തന്നെ. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയിൽ അങ്ങ് സന്തോഷിക്കുന്നു. എന്റെ അന്തരംഗത്തെ അങ്ങ് ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഈ സോപ്പുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാലും ഞാൻ മഞ്ഞുകട്ടയേക്കാൾ എണ്ണയുള്ളവനാകും. ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സ്വരം എന്നെ കേൾപ്പിച്ചാലും
തകർക്കപ്പെട്ട അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് അങ്ങ് മുഖം തിരിക്കണമേ, എന്റെ സകല തെറ്റുകളും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും നീക്കിക്കളയുമരുതേ. അങ്ങയുടെ രക്ഷയാകുന്ന ആനന്ദം എനിക്ക് തിരികെ തരേണമേ, ഉദാരമനസ്കത എന്നിൽ നിലനിർത്തണമേ. ദുഷ്ടന്മാരെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും, പാപികൾ അങ്ങയുടെ വഴിക്ക് പിന്തിരിയും. ദൈവമേ, എന്റെ രക്ഷകനായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്റെ നാവ് അങ്ങയുടെ നീതി ഉദ്ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്റെ അധരങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല, ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. എന്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എന്റെ യാഗം, തകർന്ന് നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കുകയില്ല. ജെറൂസലേമിന്റെ മതിലുകൾ നിർമ്മിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപ ചെയ്യണമേ. അപ്പോൾ അങ്ങ് അർഹമായ യാഗങ്ങളും കാഴ്ചകളും ഹോമബലികളും സ്വീകരിക്കും. അങ്ങയുടെ ബലിപീഠത്തിൽ അവർ കാളകളെ സമർപ്പിക്കും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ് ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, തകർക്കപ്പെട്ട എന്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. കർത്താവേ, അങ്ങ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ രക്ഷിച്ചിരിക്കുന്നു. എന്റെ ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ പാതാളവാതിക്കൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം ഞാൻ എവിടെയായിരിക്കും? ഞാൻ പറഞ്ഞു, ജീവനുള്ള പ്രദേശത്ത് കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്ന ഒരുവനെ ഇനി ഒരിക്കലും ദർശിക്കുകയില്ല. എന്റെ ഭവനം ഒരിടയ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുകയാണ്. നെയ്ത്തുകാരന്റെ പാവ് പോലെ എന്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടു. ആദിയിൽ തന്നെ അവിടെ നിന്ന് വെട്ടിമാറ്റി ഒരാപകൽ കഴിയും മുമ്പ് അങ്ങ് എനിക്ക് അന്ത്യം വരുത്തുമായിരുന്നു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു. അവിടുന്ന് സിംഹത്തെ പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരു രാവും പകലും കഴിയും മുമ്പേ അങ്ങനെക്ക് അന്ത്യം വരുത്തുമായിരുന്നു. കുഞ്ഞിനെ പോലെ ഞാൻ ചിരിച്ചു, പ്രാവിനെ പോലെ ഞാൻ കുറുകി, എന്റെ കണ്ണുമേൽപോട്ട് നോക്കി ക്ഷീണിച്ചു. കർത്താവേ, ഞാൻ ഇരിക്കപ്പെടുന്നു, അങ്ങ് എനിക്ക് ഉത്തരം നൽകണമേ. കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാടെത്ര കഠിനം. എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിലേക്ക് തള്ളിയതിനാൽ നാശക്കുഴിയിൽ നിന്ന് എന്നെ അങ്ങ് സ്നേഹപൂർവം രക്ഷിച്ചിരിക്കുന്നു. പാതാളം അങ്ങേ സ്തുതിക്കുന്നില്ല, മരണം അങ്ങേ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, അതേ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവേ, രക്ഷിക്കണമേ. കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ പാടും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ് ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടി പുകഴ്ത്തും. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. ഞാൻ ചിരിച്ചിടത്തോളം എന്റെ ദൈവത്തിൽ ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിൽ അഭയം തേടരുത്. ശ്വാസം പോയി കഴിയുമ്പോൾ അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്ന് അവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും. യാക്കോബിന്റെ ദൈവം സഹായിയായിട്ടുള്ളവനും
തന്റെ ദൈവമായ കർത്താവിൽ ശരണം വയ്ക്കുന്നവനും അനുഗ്രഹീതനാണ്. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച് അവിടുന്ന് നീക്കം വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് അന്ധർക്ക് കാഴ്ച നൽകുന്നു, കൂനുള്ളവരെ നിവർത്തുന്നു, നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരെ വഴി അവിടുന്ന് തകരം മറിക്കുന്നു. കർത്താവ് നിത്യമായി വാഴും, സിയോനിന്റെ ദൈവം തലമുറ തോറും വാഴും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ്യാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. നമുക്ക് എന്നിട്ട് നിൽക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ, കനിയേണമേ. കർത്താവേ, കനിയേണമേ. കർത്താവേ, കനിയേണമേ. ക്രിസ്തുവേ, കനിയേണമേ. ക്രിസ്തുവേ, കനിയേണമേ. കർത്താവേ, കനിയേണമേ. കർത്താവേ, കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത അങ്ങേ പുത്രനുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസരുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യനോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു,
ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്ത്യവുമാണ്. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവിടെ നിന്നിരുന്നപ്പോൾ ശിഷ്യന്മാരും അടുത്തെത്തി. അവിടുന്ന് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉരിപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. ക്രൈസ്തവ ജനത്തെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനെയും യുദ്ധങ്ങളുടെ സകല തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തൊഴിലും ആഹാരവും വീടുമില്ലാത്ത സഹോദരങ്ങൾക്ക് അവിടുന്ന് തന്നെ പിതാവായി കാണപ്പെടുവാൻ കനിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവന്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളെ വിശുദ്ധരുടെ നിത്യസഹവാസത്തിൽ പങ്കുചേരുവാൻ തിരുവുള്ളമാകുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച ഈ സഹോദരങ്ങളെ അവിടുന്ന് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പമാരെ സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാകുവാൻ ഇടയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഉപകാരികളുടെയും ആത്മാക്കൾക്ക് അവരുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം നൽകാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയിൽ നിദ്രകൊള്ളുന്നവരെയെല്ലാം അവിടുന്ന് തൻ്റെ മുഖദീപ്തിയിലേക്ക് സ്വീകരിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പീഡകളാലും രോഗങ്ങളാലും മറ്റ് വിഷമങ്ങളാലും വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അവിടുന്ന് സഹായിക്കുകയും കാരുണ്യപൂർവ്വം ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭക്തിവിശ്വാസത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരെയും അവിടുന്ന് തൻ്റെ മഹത്വമാർന്ന രാജ്യത്ത് ഒരുമിച്ച് കൂട്ടുവാൻ കനിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി എല്ലാവരെയും ഓർക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. ആമേൻ. നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളും സ്നേഹിച്ചോരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലി വസ്തുക്കൾ സ്വീകരിക്കൂ. കദനം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളും സ്നേഹിച്ചോരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലി വസ്തുക്കൾ സ്വീകരിക്കൂ. സൗഭാഗ്യത്തിൽ ഉന്നത പീഠങ്ങൾ കർത്താവിനീകേണമേ. നിത്യസൗഭാഗ്യത്തിൻ ഉന്നത പീഠങ്ങൾ കർത്താവിനീവർ കേൾക്കണമേ. കാൽവരി മലയിലെ
യാഗമായി മാറ്റുക. ഞങ്ങളിന്നർപ്പിക്കും സ്നേഹബലി, ഞങ്ങളിന്നർപ്പിക്കും സ്നേഹബലി. കദനം നിറയും കരളോടെ, കണ്ണീർ തുളുമ്പും മിഴിയോടെ, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളും സ്നേഹിച്ചു ആത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലി വസ്തുക്കൾ സ്വീകരിക്കൂ. കദനം നിറയും കരളോടെ, കണ്ണീർ തുളുമ്പും മിഴിയോടെ, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളും സ്നേഹിച്ചോരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലി വസ്തുക്കൾ സ്വീകരിക്കൂ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവം തൃക്കൻ പാർക്കണമേ. അങ്ങേ പുത്രന്റെ മഹാകാരുണ്യത്തിന്റെ കൂദാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ മരണമടഞ്ഞ ദാസർ അവിടുത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു. അങ്ങേ അഭീഷ്ടത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു. അങ്ങേ ആജ്ഞയാൽ ഞങ്ങൾ രൂപപ്പെട്ട മണ്ണിൽ പാപത്തിന്റെ നിയമത്തിൽ നിന്ന് ഞങ്ങൾ മോചിക്കപ്പെടുന്നു. അങ്ങേ പുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉത്ഥാന മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടതില്ലേ.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം, ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപരാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരായ ഞങ്ങളുടെ എല്ലാ സഹോദരരെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശരായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ പ്രിയപുത്രൻ്റെ പുനരുത്ഥാനത്തിൽ വന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ പ്രതാപായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂരിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അവിടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. കുറവുകളുള്ളവരായിരിക്കാം, ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം. കുറവുകളുള്ളവരായിരിക്കാം, ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം. അധികപ്പറ്റാണെന്ന് ചൊല്ലിനി ഒരു നാളും വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. സമ്പത്തില്ലാത്തവരായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം. സമ്പത്തില്ലാത്തവരായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം. നെഞ്ചകം മുറിയുന്ന വാക്കുകൾ ചൊല്ലിനി വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. മാതാപിതാക്കളെ സ്വീകരിച്ചാൽ, അവരെ സ്നേഹത്താൽ ആദരിച്ചാൽ. മാതാപിതാക്കളെ സ്വീകരിച്ചാൽ, അവരെ സ്നേഹത്താൽ ആദരിച്ചാൽ. ഇപ്പോഴും എപ്പോഴും എന്നേയും നിന്നെ അനുഗ്രഹിച്ചിടും നല്ല
നല്ല ദൈവം ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെ എന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ വേദനിപ്പിക്കരുതേ അവരെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്നെ ജനത്തെ സന്ദർശിക്കുകയും അവർക്ക് രക്ഷ പ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിലും നമ്മെ വെറുക്കുന്നവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തന്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങൾ വഴി ആദ്യം മുതൽക്കേ അവിടുന്ന് അരുൾ ചെയ്തതനുസരിച്ച് തന്റെ ദാസനായ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് പ്രബലനായ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നാം രക്ഷപ്പെട്ട ശേഷം ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ നിർഭയം ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് കൃപയരുള്ളണമെന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു. കുഞ്ഞേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുൻപേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. അന്ധകാരത്തിലും മരണത്തിലും നിലനിൽക്കുന്നവർക്ക് പ്രകാശം വീശി സമാധാന പാടും പാപങ്ങൾ സുരക്ഷിതമായി നയിക്കാൻ ഉന്നതത്തിൽ നിന്ന് ഉഷസ് ഞങ്ങളെ കർത്താവിന്റെ സ്നേഹകാരുണ്യത്താലേ കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. തേജസ്യാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ചു ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി പെസഹ രഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് ഇവർ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദീപബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. നമ്മൾ അടുത്ത ബലിക്കുള്ള പ്രവേശന ഗാനം പാടുക. ശാന്തി
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ബലി നമ്മുടെ സഭയിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള മെത്രാന്മാരുടെയും വൈദികരുടെയും ആത്മശാന്തിക്കായിട്ടാണ് പ്രത്യേകം നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ രൂപതയിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് നമ്മളറിയുന്ന അച്ഛന്മാർ, നമ്മളറിയുന്ന മെത്രാന്മാർ, രൂപതയെ നയിച്ച ആദ്യത്തെ മൈക്കിൾ അറാട്ടുകുട മെത്രാൻ, പീറ്റർ ചേനപ്പറമ്പിൽ മെത്രാൻ, അപ്പം നമ്മൾ സമീപത്ത് രൂപതയിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മെത്രാന്മാരെ നമ്മൾ അനുസ്മരിക്കുകയും അവിടെ എല്ലാം ആത്മശാന്തിക്കായി. അപ്പം അതോടൊപ്പം നമ്മൾ പരിചയമുള്ള അച്ഛന്മാർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള അച്ഛന്മാർ, രൂപതയിൽ സേവനം ചെയ്തിട്ടുള്ള അച്ഛന്മാർ, പ്രാർത്ഥിക്കുവാൻ ആരുപോലുമില്ലാത്ത അച്ഛന്മാർ, അപ്പോൾ അവരെല്ലാവരും പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുകയും അവരുടെ എല്ലാം ആത്മശാന്തിക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിവസം ഒരുക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സപിച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉദ്ദേശയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മഹത്വവും നീതിമാന്മാരുടെ ജീവനമായ ദൈവമേ, അങ്ങേ പുത്രന്റെ മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ അങ്ങ് വീണ്ടെടുത്തുവല്ലോ. അങ്ങേ മരണമടഞ്ഞ ദാസരെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനത്തിന് രഹസ്യമേറ്റുപറഞ്ഞ ഇവർ നിത്യസൗഭാഗ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാം താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ധണ്ണും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം യേശു നിന്നിരുന്നെടുത്ത് വന്ന് അവിടുത്തെ കണ്ട് കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത വന്ന് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവിടുന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേര് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതം കണ്ട് അവിടുന്ന് വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ.
തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നുറപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവൻ്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളെ വിശുദ്ധരുടെ നിത്യസഹവാസത്തിൽ പങ്കുചേരുവാൻ തിരുവുള്ളമാകുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷിച്ച നിർവഹിച്ച നമ്മുടെ അഭിമന്യ മൈക്കിൾ ആറാട്ടുകുളം പിതാവ്, പീറ്റർ ചേനപ്പറമ്പിൽ പിതാവ്, നമ്മുടെ രൂപതയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ അച്ഛന്മാരെയും സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാകുവാൻ ഇടയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിദ്രകൊള്ളുന്നവരെയെല്ലാം അവിടുന്ന് തൻ്റെ മുഖദീപ്തിയിലേക്ക് സ്വീകരിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിവിശ്വാസത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരെയും അവിടുന്ന് തൻ്റെ മഹത്വമാർന്ന രാജ്യത്ത് ഒരുമിച്ച് കൂട്ടാൻ കനിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. സൗഭാഗ്യത്തിൻ ഉന്നത പീഠങ്ങൾ കർത്താവേ നീയൾക്കേകണമേ. നിത്യ സൗഭാഗ്യത്തിൻ ഉന്നത പീഠങ്ങൾ കർത്താവേ നീയൾക്കേകണമേ. കാൽവരി മലയിലെ യാഗമായി മാറ്റുക ഞങ്ങളിൽ നർപ്പിക്കും സേവ്യബലി. ഞങ്ങളിൽ നർപ്പിക്കും സ്നേഹബലി. കരുണം നിറയും കരളോടെ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ മരണമടഞ്ഞ ദാസരുടെ പാപങ്ങൾ ഈ ബലി വഴി ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിക്കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജ്ഞാനസ്നാന ജലത്താൽ ശുദ്ധീകൃതരായവരെ കരുണാർദ്രമായ പാപമോചനത്താൽ അനവരതം അങ്ങ് നിർമ്മലരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഞങ്ങളുടെ അയോഗ്യതകളാലാണ് ഞങ്ങൾ നശിക്കുന്നതെങ്കിലും
പാപമൂലം മരണത്തിൻ്റെ പിടിയിൽ അമർന്ന ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേ കാരുണ്യത്താലും കൃപയാലുമാണല്ലോ. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ അങ്ങേ മഹിമയ്ക്ക് മുൻപിൽ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മങ്ങിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേദാസരായ ഞങ്ങളുടെ മുൻ മെത്രാന്മാരെയും ഞങ്ങളുടെ സഹോദര വൈദികരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശരായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ പുത്രൻ്റെ പുനരുദ്ധാനത്തിൽ വന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ.
കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഈശ്വരസന്നിധി ഒഴുകുവാനായി നീ ഏകയായി പോയല്ലോ. തന്ന ദുഃഖങ്ങൾ പകർന്നൊരി കണ്ണുനി ധാരയായി തീർന്നല്ലോ. ഈശ്വരസന്നിധി ഒഴുകുവാനായി നീ ഏകയായി പോയല്ലോ. തന്ന ദുഃഖങ്ങൾ പകർന്നൊരി കണ്ണുനി ധാരയായി തീർന്നല്ലോ. മരണം നിന്നെ കവർന്നെടുത്താലും, മരണം നിന്നെ കവർന്നെടുത്താലും ജീവിക്കുകയാണു നീ മനസ്സിൽ, ഇന്നും ജീവിക്കുകയാണു നീ മനസ്സിൽ. ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ, നിറയുന്നു കണ്ണിൽ കവിയുന്ന ദുഃഖം നിന്നിൽ ചേരുന്നു. ദൂരെയെങ്ങോ പോയി മറഞ്ഞ സ്നേഹതാരമേ. നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് 3 റെസ്പോൺസ് പാടും. ഒന്ന് മരിച്ചുപോയ മാർപ്പാപ്പമാർക്ക്, മെത്രാന്മാർക്ക്, അച്ഛന്മാർക്കും, പിന്നെ വിശ്വാസികൾക്ക് വേണ്ടി 3. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട് മഹത്വത്തോടെ ഉത്ഥാനം ചെയ്ത അങ്ങേ ഏകജാതൻ്റെ കൂദാശ സ്വീകരിച്ചുകൊണ്ട് മരണമടഞ്ഞ അങ്ങേ ദാസർക്ക് വേണ്ടി താഴ്മയോടെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പെസഹ രഹസ്യങ്ങളാൽ ശുദ്ധീകൃതരായി
വരാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ദാനം വഴി അവർ മഹത്വീകൃതരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതമായി ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് ആരെയും ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല. ഇത് നീ ഓർക്കണമേ. വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാനികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ. രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വസ്തയോടെ പ്രതിഫലം നൽകുന്ന ദൈവമേ, പത്രോസിൻ്റെ പ്രതിപുരുഷന്മാരും തിരുസഭയുടെ പാലകന്മാരുമായി അങ്ങ് നിയോഗിച്ച പരിശുദ്ധ മാർപ്പാപ്പമാർ ഇഹത്തിൽ കർത്തവ്യനിഷ്ഠയോടെ പകർന്നു കൊടുത്ത അനുഗ്രഹത്തിൻ്റെയും പ്രസാദപരത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളുടെ ഫലമായി പരത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അനവരതമാനന്ദം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കുടുംബത്തിൻ്റെ പാലകനായി നിയോഗിക്കപ്പെട്ട വത്സല പിതാവ് മൈക്കിൾ ആറാട്ടുകുളം, പീറ്റർ ചേനപ്പനമ്പിൽ മെത്രാന്മാർ തങ്ങളുടെ അധ്വാനങ്ങളുടെ ഫലം സമൃദ്ധമായി അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ മറയുകയാണി കാലമതിഞ്ഞുടെ തിരശീലയതിനുള്ളിൽ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിഹത്തിൽ വിശുദ്ധ പൗരോഹിത്യത്താൽ അലങ്കൃതരാക്കപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന്മാര്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയെ സേവനം അനുഷ്ഠിച്ച അച്ഛന്മാര്, പരത്തിൽ സ്വർഗീയ മഹിമയുടെ പരിവേശമണിഞ്ഞ് അനവരതം ആനന്ദിക്കുവാൻ അനുഗ്രഹമല്ലേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരങ്ങളുടെ ആത്മാവ് മരിച്ചുപോയ മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്താൽ എന്നും സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ.